നമ്മുടെ വീഡിയോ എല്ലാം പുതുതായിട്ട് വാഹന ഫീൽഡിലേക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് ഉള്ള വീഡിയോ കേട്ടോ, അല്ലാതെ വലിയ വലിയ ഡ്രൈവർമാർക്ക് ആശാന്മാർക്കുള്ള വീഡിയോ അല്ല. അപ്പോൾ അത്രക്കാരൊന്നും നമ്മുടെ വീഡിയോ കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ വണ്ടി ഓടിച്ച് പഠിച്ചു വരുന്ന കാലയളവിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കയറ്റത്ത് നിർത്തിയെടുക്കുക എന്നുള്ളൊരു സംഗതി. എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പം ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിനൊക്കെ അത് കറക്റ്റായിട്ട് പാലിക്കണം എന്നുള്ള ഒരു ഓഫ് റോഡ് പോലുള്ള വഴികളിൽ ഈ ക്ലച്ചിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോകളെ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇവിടുന്ന് വണ്ടി ലോഡ് കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് കൊടുത്ത് പയ്യെ വണ്ടി എടുത്തു. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ഇറക്കമാണ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ ക്ലച്ചൊന്നും ചവിട്ടത്തില്ല. ഫസ്റ്റ് ഗിയറിൽ തന്നെ പയ്യെ എൻജിൻ ബ്രേക്ക് വിട്ട് ഇറക്കം ഇങ്ങനെ ഇറങ്ങുവാണ്. ഇപ്പോഴൊന്നും ക്ലച്ചിൻ്റെ ഉപയോഗം നമുക്ക് വന്നിട്ടില്ല. സാധാരണ ചിലർ ചോദിക്കുന്ന സംശയമാണ് ഇറക്കത്തെ ക്ലച്ച് ബ്രേക്കൂടെ ചവിട്ടണം എന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് വലത്തോട്ടാണ് തിരിഞ്ഞു പോകേണ്ടത്. നീ ഇവിടെ നിർത്തിയിട്ട് മുകളിൽ പടുതാ കിട്ടണം. പടുതാന്ന് കിട്ടിയിട്ട് വരാം. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടുന്ന് വീണ്ടും എടുക്കുവാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലാണ് എടുക്കുന്നത്. ഫസ്റ്റ് ഗിയർ കൊടുത്തു, ആക്സിലേറ്റർ RPM കൊടുത്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് കാല് വലിക്കുവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലോഡുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ക്ലച്ചിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. ഓഫ് റോഡ് വഴി പോലുള്ള വഴികളിലൊക്കെ ഓടിക്കുമ്പോൾ ക്ലച്ചിൻ്റെ ആപ്ലിക്കേഷൻ, ക്ലച്ച് എങ്ങനെയൊക്കെ ചവിട്ടണം, ഏത് രീതിയിൽ കൺട്രോൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇവിടെ വണ്ടി നമുക്ക് തിരിക്കണം. അപ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടി പിടിച്ചേക്കും കേട്ടോ. പുറകോട്ട് ഇറക്കം ഉണ്ട്, അതുകൊണ്ട് തന്നെ വണ്ടി പുറകോട്ട് റിവേഴ്സ് ഇടാതെ തന്നെ പോകുന്നു. ഞാൻ അവിടെ വന്നപ്പോഴത്തേനും ക്ലച്ച് ചവിട്ടിയതാണ്. ഇവിടെ നമ്മൾ കാല് കൊടുത്ത് എടുക്കുവാണ് വണ്ടി. ഇപ്പോൾ കയറ്റമാണ്. കയറ്റത്തിലൊന്നും വണ്ടി ഹൈ RPM കയറുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടി കൊടുത്തേക്കല്ല്. ക്ലച്ച് ഡിസ്ക് പപ്പടമായി പോവും. അപ്പോൾ വണ്ടി നല്ല ലോഡ് പിടിച്ച് വലിഞ്ഞ് കയറുവാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും ക്ലച്ച് ചവിട്ടരുത്. അപ്പോൾ ഇവിടെ കണ്ടോ കുറച്ച് ഇങ്ങനെ കുണ്ടും കുഴിയുള്ള വഴിയാണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഗിയറെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിവിടെ സെക്കൻഡ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വലിക്കത്തില്ല. സെക്കൻഡ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വലിക്കത്തില്ല. വലിച്ചാൽ തന്നെ ഭയങ്കര ചാട്ടമായിരിക്കും. വണ്ടിയുടെ പ്ലേറ്റൊക്കെ ഓടിയാനും സസ്പെൻഷനൊക്കെ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഫസ്റ്റേ തന്നെയാണ് പോകുന്നത്. ഫസ്റ്റ് ഗിയറെ തന്നെ ക്ലച്ച് ചവിട്ടിയേക്കരുത്. ഫസ്റ്റ് ഗിയറെ തന്നെ ഹമ്പൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ക്ലച്ച് ചവിട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. പയ്യെ ആക്സിലേറ്ററെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വണ്ടി അവിടുന്ന് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കാല് കൊടുത്ത് സ്പീഡിൽ കയറി ചെല്ലാം. അപ്പോൾ നമുക്ക് ഈ ചെറിയ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്കാണ് കയറേണ്ടത്. നമുക്ക് വലത്തോട്ടാണ് തിരിഞ്ഞ് കയറേണ്ടത്. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് കയറുവാണേ. അപ്പം വലതുവശം തലയിരിച്ച് നോക്കണം വണ്ടി വല്ലതും ഉണ്ടോ എന്നുള്ളതില്ല. കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്നും ക്ലച്ച് ചവിട്ടിയിട്ടേ ഇല്ല. ക്ലച്ചിൽ നമ്മൾ കാല് വെച്ചിട്ടേ ഇല്ല. ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്തു.
ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് ഗിയർ കൊടുത്തു. അപ്പോൾ ഇനി ചെറിയ ഒരു ഇറക്കമാണ്. ഇപ്പോൾ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, നമ്മളതുകൊണ്ട് തന്നെ ബ്രേക്ക് ചവിട്ടിയിട്ട് നമ്മുടെ വണ്ടി സ്ലോ ആക്കി പയ്യെ ക്ലച്ച് കൂടെ ചവിട്ടി കൊടുത്തു. വണ്ടി തേർഡ് ഗിയറിലാണ്. ഇനി ഡൗൺ ചെയ്തിട്ട് നമ്മൾ ക്ലച്ച് തന്നെ ചവിട്ടിക്കൊണ്ട് നമ്മൾ സെക്കൻഡ് ഗിയറിലാക്കി. ക്ലച്ച് ചവിട്ടി വീണ്ടും തേർഡ് ഗിയറാക്കി. ഇറക്കമായതുകൊണ്ട് വലിയധികം ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല. എന്താ ഓട്ടോറിക്ഷ വന്നതുകൊണ്ട് നമുക്ക് ചവിട്ടേണ്ടതായിട്ട് വന്നു. എന്നാലും കുഴപ്പമില്ല, ഇറക്കമുണ്ട്. ആ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങ് പൊക്കോളും വണ്ടി. അവിടെ കാറ് കയറി വന്നതുകൊണ്ട് കാറുകാരൻ അവിടെ സൈഡിൽ ഒതുക്കിയില്ല. നമുക്കിവിടെ ചവിട്ടി കൊടുക്കേണ്ടതായിട്ട് വന്നതുകൊണ്ട് വീണ്ടും സെക്കൻഡ് ഗിയറിൽ നമ്മൾ വന്നു. ഇറക്കം ഉണ്ടാകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ലോഡ് വണ്ടിയാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇടേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ തേർഡ് ഗിയറെ കൊടുത്തേ. എൻജിൻ ബ്രേക്ക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീതി കുറവുള്ള വഴിയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓണൊക്കെ അടിച്ച് പോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇറക്കത്തിൽ ഇങ്ങനെ ലോഡ് നോക്കിയായിട്ട് വരുമ്പോൾ ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടി വയ്ക്കില്ല. നിർത്തേണ്ട സിറ്റുവേഷൻ വന്നാൽ പോലും നിർത്തേണ്ട സിറ്റുവേഷനിൽ നമ്മൾ ഒരു കാരണവശാലും ആദ്യം ലോഡും പുറത്ത് ഒരിക്കലും ക്ലച്ച് ചവിട്ടരുത്. ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടിയും ആ എഞ്ചിനും ഈ ടയറുമായിട്ടുള്ള പിടുത്തം മൊത്തം പോവും. ആ ഒരു ഫ്രിക്ഷൻ ആ ഒരു ഇത് കൺട്രോൾ മൊത്തം പോകും. ഇപ്പോൾ നമുക്ക് ഇനി ഇടത്തോട്ടാ തിരിക്കണം. ഇനി നോക്കണേ, ഇപ്പോൾ സ്പീഡ് കുറഞ്ഞപ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടി. സ്പീഡ് കുറഞ്ഞപ്പം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ. ഇൻഡിക്കേറ്റർ ഇട്ടു. ഇപ്പോൾ സെക്കൻഡ് ഗിയറേ വന്നോണ്ട് സെക്കൻഡ് ഗിയറിൽ തന്നെ അനക്കമുണ്ട്, വണ്ടി നിന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിവിടെ സെക്കൻഡ് ഗിയറേ വന്നത്? ആ ഒരു ഇറക്കത്തിലായതുകൊണ്ട് തന്നെ ഇറക്കം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വണ്ടിക്ക് ഉരുളിച്ച നിന്നില്ലായിരുന്നു. പക്ഷേ വണ്ടിക്ക് ഉരുളിച്ച് നിന്ന് പോയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ ഫസ്റ്റ് ഗിയർ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം തേർഡ് ഗിയറിൽ കൊടുത്തിരിക്കുകയാണ്. തേർഡ് ഗിയറിൽ 35 കിലോമീറ്റർ സ്പീഡായപ്പോഴത്തേനും ഫോർത്ത് ഗിയറിൽ കൊടുത്തു. ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഗിയറിലിട്ടു. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ചെറിയ വണ്ടി ഓടിച്ചാൽ നമുക്ക് ഈ ഒരു രീതി ഈ രീതി തന്നെ വണ്ടി ഓടിക്കാം. അഞ്ചാമത്തെ ഗിയറിലാണ് ഇപ്പം ഓടുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ക്ലച്ചിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എയർ ബ്രേക്ക് പോലെ തന്നെ എയറിലാണ് ഇതിൻ്റെ ക്ലച്ചും വർക്ക് ചെയ്യുന്നത്, ക്ലച്ച് പെഡൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഡ്രൈവർക്ക് ആ ഒരു ഓപ്പറേറ്റിങ് വളരെ ഈസി ആക്കാനായിട്ട് ഇതിൻ്റെ എയർ സിസ്റ്റത്തിലാണ് ഇതിൻ്റെ ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു വിരൽ കൊണ്ട് ഇതിൻ്റെ ക്ലച്ച് ചവിട്ടിത്താക്കാം, അത്ര സുഖമാണ് ഇതിൻ്റെ ക്ലച്ച് ചവിട്ടാൻ. അപ്പോൾ പുതിയതായിട്ടിറങ്ങുന്ന വാഹനങ്ങളിൽ, വലിയ വാഹനങ്ങളിലെല്ലാം ആ ഒരു സംവിധാനത്തിലാണ് ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാറിങ്ങിൻ്റെ ഒരു പോരായ്മയുണ്ട്. അപ്പോൾ അവിടെ ബ്രേക്ക് ചവിട്ടിയുകൊണ്ട് വണ്ടി ഡൗൺ ആയി. ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ വീണ്ടും ഫോർത്ത് ഗിയറിലായി. ആ വരുന്ന വരവിന് നമ്മൾ ഓടിപ്പോന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ പ്ലേറ്റ് ഒടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചവിട്ടി സ്ലോ ആക്കിയേ പോരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എതിരെ ഇങ്ങനെ വലിയ വണ്ടികളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇടതുവശം നല്ല രീതിക്ക് നോക്കണം. ഇടതുവശത്ത് എന്തെങ്കിലും കല്ലോ അതുപോലെ എന്തെങ്കിലും തള്ളി നിൽപ്പുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചോണം. അല്ലാതെ ശ്രദ്ധിക്കാതെ ഒരു പ്രാവശ്യം ഓടിക്കരുത്. ഇതുപോലെയുള്ള കലുങ്കൊക്കെ ചിലപ്പോൾ നിൽപ്പുണ്ടായിരിക്കും, ഇങ്ങനെ കലുങ്കുകളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ വണ്ടി സൈഡ് ചേർക്കുമ്പോഴേ വലിയ വണ്ടിയൊക്കെ ആദ്യമായിട്ട് ഓടിക്കുന്നവർക്കൊരു പ്രയാസം ഉണ്ടാവും. നമ്മുടെ വീഡിയോ എല്ലാം പുതുതായിട്ട് വാഹന ഫീൽഡിലേക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് ഉള്ള വീഡിയോ കേട്ടോ, അല്ലാതെ വലിയ വലിയ ഡ്രൈവർമാർക്ക് ആശാന്മാർക്കുള്ള വീഡിയോ അല്ല. അപ്പോൾ അത്രക്കാരൊന്നും നമ്മുടെ വീഡിയോ കാണണമെന്നില്ല കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും.
അറിയാവുന്നവർക്ക് ഈ വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ലെവൽ വഴി എത്തിയപ്പോൾ തന്നെ നമ്മൾ 5ാമത്തെ ഗിയറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ക്ലച്ച് കൺട്രോളിങ്ങിൻ്റെ വീഡിയോ ചെയ്യാവുന്ന ആൾക്കാർ നിരന്തരമായിട്ട് കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിരുന്നു. അപ്പം എല്ലാവരും കമൻറ്റിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും മറുപടി കൊടുക്കുവാനുള്ള സാഹചര്യം എനിക്കില്ല. ആദ്യമൊക്കെ ആണെങ്കിൽ കുറച്ച് കമൻറ്റുകളിലൊക്കെ മറുപടി നമുക്ക് ഇടായിരുന്നു. പക്ഷേ ഇപ്പം കമൻറ്റുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് നമുക്കതിനൊന്നും ഉള്ള മാർഗ്ഗമില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. എല്ലാവരും കമൻറ്റുകളൊക്കെ എഴുതിക്കുക. നമ്മൾ നല്ല കമൻറ്റൊക്കെ നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനായിട്ട് ഞായറാഴ്ച ദിവസം കമൻറ്റ് സെക്ഷന് വേണ്ടി തന്നെ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട്. അപ്പോൾ എന്ത് ചോദ്യം ഉണ്ടെങ്കിലും നമ്മളുടെ ഈ കമൻറ്റ് സെക്ഷനിൽ സംശയങ്ങളൊക്കെ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, അറിയത്തില്ലാത്ത കാര്യങ്ങൾ എൻ്റെ ആശാന്മാരോട് ചോദിച്ച് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നല്ലോ, നമ്മളെല്ലാത്തിലും ഒന്നാമനെന്ന് ഒരിക്കലും പറയുന്നില്ല. പലർക്കും പല കാര്യങ്ങൾ അറിയത്തില്ലല്ലോ. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പയ്യന്മാർ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഞാനതിപ്പം അതിശയിക്കും, അവർക്ക് എന്തെല്ലാം അറിവുകളാണ് ഉള്ളത്. നമുക്ക് അത്രയും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ കുറച്ചങ്ങോട്ട് ഇരുമ്പത്തിൻ്റെ ഒരു കയറ്റമുണ്ട്. അപ്പം ക്ലച്ചിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാവേ. ക്ലച്ച് അഡ്വാൻസ് ഗിയറിങ് എങ്ങനെയാണെന്നൊക്കെ ചെയ്യുന്നതൊക്കെ ഞാനതൊക്കെ കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് പഠിച്ച കാലഘട്ടത്തിൽ ഒരുപാട് സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ചോദ്യം ആരുടെങ്കിലൊക്കെ ചോദിക്കണമെങ്കിലൊക്കെ ആരും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞൊക്കെ തരാനുള്ള ഒരു മനസ്സുള്ള ആരും ഇല്ലായിരുന്നു. ഏതാനും ചുരുക്കം ചില ഗുരുക്കന്മാരെ ഉള്ളായിരുന്നു. പിന്നെ ഇനി എത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഈ സിറ്റുവേഷൻ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരു സംശയങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതുപോലെ യൂട്യൂബിലാണെങ്കിലും കമൻറ്റിലൂടെയൊക്കെ ആണെങ്കിലും വാട്സപ്പ് മീഡിയയിൽ കൂടെയൊക്കെ ഒരുപാട് ആളുകൾ സംശയങ്ങൾ ദൂരീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്, സംശയങ്ങൾ. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു വളവാണ്, വളവിൽ ഒന്ന് ഡൗൺ അടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവിടെ വരുമ്പോഴത്തേക്കും കണ്ടവാനം വണ്ടി ഡൗണായി പോവും, വലിമുട്ടി പോവും. നമ്മൾ ഈ ക്ലച്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേന് ഒരു ചെറിയ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ നടക്കാൻ പഠിച്ചു വരുന്ന കുഞ്ഞു കൊച്ചിൻ്റെ കയ്യെ പിടിച്ച് നമ്മൾ നടന്നു പോകലേ, നടന്നിങ്ങനെ കയ്യെ പിടിച്ചിങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും ഈ കുഞ്ഞ് കല്ലിലൊക്കെ തട്ടി കൊച്ചിങ്ങനെ വീഴാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ ചാടി അതിൻ്റെ കയ്യെ മുറുക്കി പിടിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ക്ലച്ചിൻ്റെ ഒരു പ്രവർത്തനം. നമ്മൾ വണ്ടി ഓഫ് ആകുന്ന സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് ക്ലച്ച് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ വണ്ടി ജോയിൻ്റ് ഇടിച്ച് നിന്ന് പോകും. ഇതിപ്പോൾ കയറ്റം തുടങ്ങാൻ പോകണേ. അപ്പം ഡൗൺ ഒന്ന് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ 3rd ഗിയറിലാണ് വന്നിരിക്കുന്നത്. ഓരോ സെക്കൻഡിൽ അടിച്ചു കൊടുത്തു. ഇതാണ്ടേ സെക്കൻഡ് ഗിയറേ വന്നേ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അഡ്വാൻസ് ഗിയർ അടിച്ചു കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഗിയർ ക്ലച്ച് ഔട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ കണ്ടോ, ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഇനി നമ്മൾ അധികം ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല. ഫുൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് വെറുതെ ഡീസലിൻ്റെ ചിലവ് കൂടത്തേ ഉള്ളൂ. പക്ഷേ പുതിയ മോഡൽ വാഹനങ്ങൾക്ക് അങ്ങനെയുള്ള ഡീസലും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. ആവശ്യത്തിനുള്ള ഡീസൽ മാത്രമേ ഇതിനകത്ത് ചിലവാകത്തുള്ളൂ എന്നൊക്കെയാണ് ഈ ഒരു V6 VS4 വണ്ടികളുടെ കാര്യത്തിലൊക്കെ കമ്പനി പറയുന്നത്. പക്ഷെ നമ്മളും ഒരു പഠിച്ച കാലഘട്ടത്തിലുള്ള ആ ഒരു രീതി കയറ്റത്തിലൊക്കെ ആണെങ്കിൽ ആവശ്യമില്ലാതെ ചുമ്മാ ആക്സിലേറ്റർ ഫുള്ള് ചവിട്ടി താത്ത് പിടിക്കേണ്ട എന്നുള്ള രീതിയാണ് നമ്മളും പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത്തരം കയറ്റത്തിലൊക്കെ ലോഡ് വണ്ടി നിർത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ ഒരു നല്ല കയറ്റം ഇത് കാരണം ഫസ്റ്റ് ഗിയർ കയറിക്കൊണ്ടിരിക്കുന്ന കയറ്റം നല്ല ലോഡും ഉണ്ട്. അപ്പോൾ എതിരെ വണ്ടി വന്ന് ചവിട്ടി നിർത്തി എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നമുക്ക് ഈ നടുക്ക് നിർത്തേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ നിർത്തി എടുക്കാതെ ഇരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കും. അപ്പോൾ വണ്ടി ഓടിച്ച് പഠിച്ചു വരുന്ന കാലയളവിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കയറ്റത്ത് നിർത്തിയെടുക്കുക എന്നുള്ളൊരു സംഗതി.
എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പം ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിനൊക്കെ അത് കറക്റ്റായിട്ട് പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്. നമ്മൾ കയറ്റത്തിലൊക്കെ ആണെങ്കിൽ പുറകോട്ട് കയറ്റത്തിലൊക്കെ കാറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന സിറ്റുവേഷനിലൊക്കെ ആണെങ്കിലും കയറ്റത്തൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേനും നിന്ന് പോയി കഴിഞ്ഞാലേ, അല്ലെങ്കിൽ ഗിയർ ചിലപ്പം നമ്മൾ ഗിയറൊക്കെ അടിക്കുന്നത് ചിലപ്പം ഡൗൺ അടിച്ചിട്ട് ഫസ്റ്റ് ഗിയറിലോട്ട് പോകുമ്പോഴത്തേനും ഫസ്റ്റ് നിന്ന് ചിലപ്പോൾ നമുക്ക് തേർഡിലോട്ട് ഗിയർ പോവും. അപ്പം വണ്ടി അവിടെ ഓഫായി പോകും. അങ്ങനെയുള്ള പലർക്കും പറ്റുന്നൊരു സംഭവമാണ്. നമ്മൾ കയറ്റം കയറി നമ്മൾ ഡൗൺ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റായി കൊടുക്കുമ്പോഴത്തേനും അത് ഗിയറിൻ്റെ ലെവൽ മാറിയിട്ട് തേർഡിലോട്ടോ പിന്നെ വേറെ ഫോർത്തേലോട്ടൊക്കെ പോകും. ഡൗൺ ആകത്തില്ല. അപ്പോൾ അവിടെ വണ്ടി നിന്ന് പോവും. നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കാൻ നോക്കുമ്പോഴത്തേനും പ്രയാസപ്പെടും, പുറകോട്ട് വരും. അപ്പോൾ അത് അങ്ങനെ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം പുറകെ വേറെ വണ്ടിക്കാരും ഒക്കെ കൊണ്ട് ചേർത്ത് നിർത്തും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കുറച്ച് പോലും പുറകോട്ട് ഉരുണ്ട് വരാത്ത രീതിയിൽ എടുക്കാൻ നമ്മൾ പഠിക്കണം. അതൊക്കെ എന്തുവാണെങ്കിലും നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ കയറ്റം കഴിഞ്ഞ് ചെറിയ ലെവലായപ്പോൾ നമ്മൾ സെക്കൻഡേ കൊടുക്കുവാണേ. ആക്സിലേറ്റർ മാക്സിമം കൊടുത്ത് വണ്ടി മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയറിൽ അടിച്ചു. തേർഡ് ഗിയർ ഇവിടെ കൊടുത്തു. ക്ലച്ച് ഓടിയിട്ട് തേർഡ് ഗിയറെ കൊടുത്തു. വലിക്കാൻ വന്നപ്പോൾ തന്നെ സെക്കൻഡേ കൊടുത്തു. കയറ്റം കയറി പോകുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ ഗിയർ ലാഭിക്കാൻ വേണ്ടി തേടയിലാണ് കയറുന്നതെങ്കിൽ പരമാവധി ചവിട്ടി പിടിക്കാൻ നോക്കരുത്. അപ്പോൾ തേടയിലും കയറത്തില്ല, പിന്നെ സെക്കൻഡ് അതിൻ്റെ ആ ഒരു ടൈമിങ് കഴിഞ്ഞ് ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ തേടയിലും വലിക്കത്തില്ല, സെക്കൻഡേലും വലിക്കത്തില്ലാത്ത അവസ്ഥ വരും. പിന്നെ ഫസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ നേരത്തെ അഡ്വാൻസ് ഗിയർ കൊടുക്കുവാണെങ്കിൽ ആ വണ്ടി ചിലപ്പം സെക്കൻഡേ കയറിപ്പോരും. ഫോർത്തേല ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നേരത്തെ വണ്ടി ആ ഫോർത്തിൻ്റെ വലി മുട്ടുന്നതിന് മുന്നേ തന്നെ ആയിട്ട് തേടേ കൊടുക്കുകയാണെങ്കിൽ തേടേ വലിക്കും. ഇല്ലെങ്കിൽ ഫോർത്തെ പരമാവധി നമുക്ക് വലിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ഫോർത്തേലും വലിക്കത്തില്ല, തേടയിലും വലിക്കത്തില്ല. പിന്നെ വണ്ടി മൊത്തം സ്ലോ ആയി പോകും. ലോഡ് വണ്ടി പ്രത്യേകിച്ച് ചെറിയ ലൈറ്റ് മോട്ടോർ വെഹിക്കിളൊക്കെ ആണെങ്കിൽ കയറിപ്പോരും. പക്ഷേ ലോഡ് വണ്ടി അങ്ങനെ പോരത്തില്ല. അഡ്വാൻസ് ഗിയർ വണ്ടി വലി മുട്ടുന്നതിന് മുന്നേ തന്നെയായിട്ട് ഗിയർ കൊടുക്കണം, ഡൗൺ ചെയ്യണം.